നമസ്കാരം. സിറിയയിൽ വലിയ ആക്രമണം നടത്തിയ ഇസ്രായേൽ അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. സിറിയൻ നാവികസേനയുടെ കപ്പലുകളടക്കം വ്യോമാക്രമണത്തിൽ തവിട് പൊടിയാക്കി. ഇതിനു പിന്നാലെ ഇറാനെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്നതായിട്ടാണ് വാർത്തകൾ. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് ഇസ്രായേൽ തുടക്കമിട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സിറിയയിലെ ബഷാറുൽ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നുമാണ് പ്രതിരോധ സേന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ വിലയിരുത്തൽ. ലെബനനിൽ ഹിസ്ബുള്ളയുടെ കരുത്ത് ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ. സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാതയൊരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അസദിന്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 86% നശിപ്പിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. സിറിയയിൽ നീണ്ട 50 വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് 2 ദിവസത്തിനിടെ ഇസ്രായേൽ പൂർത്തിയാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 480 വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര, നാവിക, വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേന സാന്നിധ്യമെത്തി. ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടുവെന്നാണ് വാർത്തകൾ. അതേസമയം സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ പതനത്തിന് പിന്നിൽ ഇസ്രായേലും യുഎസുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രതികരിച്ചു. തെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഖമേനിയുടെ പരാമർശം. സിറിയയിൽ എന്ത് സംഭവിച്ചു എന്നതിന് ഒരു സംശയവുമില്ല. അമേരിക്കയുടെയും സിയോണിസത്തിന്റെയും സംയുക്ത പദ്ധതിയാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു. അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ അയൽ രാജ്യത്തെ സർക്കാരിന് പങ്കുണ്ട്. എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഖമേനി വ്യക്തമാക്കി. സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം 3 മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ യുഎസും ഇസ്രായേലുമാണെന്നതിന് തന്റെ കൈവശം തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാവുമ്പോൾ ദമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയിലെ യുവത്വം കരുത്തരോടെ നിന്ന് പ്രതിസന്ധിയെ മറികടക്കണം. ഇറാന്റെ ഭാവിയെ സംബന്ധിച്ചും ഖമേനി പ്രതികരണം നടത്തി. കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്നായിരുന്നു ഇറാന്റെ ഭാവി സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരോക്ഷ പ്രതികരണം. അതേസമയം വിമതർ ഭരണം പിടിച്ച സിറിയയുടെ സൈനിക ശക്തി ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. വിമതരിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത്. വിമതർ ഭരണം പിടിച്ച സിറിയയുടെ 70 മുതൽ 80% വരെ സൈനിക സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ബഷർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചത്. വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതേസമയം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് UN മേധാവി ആന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. സിറിയയ്ക്ക് നേരെ എല്ലാ രീതിയിൽ നടക്കുന്ന ആക്രമണങ്ങളും നിർത്തണമെന്ന് ഗുട്ടറസിന് വേണ്ടി വക്താവ് ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 1.1 മില്യൺ ആളുകൾക്ക് സിറിയയിൽ പലായനം ചെയ്യേണ്ടി വന്നുവെന്നാണ് UN വ്യക്തമാക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പലായനം ചെയ്യേണ്ടി വന്നതെന്നും UN വ്യക്തമാക്കി. UNന്റെ കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് 6,40,000 പേർക്കും, ഇഡ്ലിബിൽ നിന്നും 3,34,000 പേർക്കും, ഹാമയിൽ നിന്ന് 1,36,000 പേർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് UNന്റെ കണക്കുകൾ. അതേസമയം ഇസ്രായേലിലെ സിറിയ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്ത് വന്നു. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സാലിവൻ പറഞ്ഞു. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളി.